എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെ പെൻസിൽ ഡ്രോയിങ്. വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു മീഡിയമാണ് പെൻസിൽ. എങ്കിൽ പോലും ഇതെങ്ങനെയാണ് ഒരു ഇമാജിനേഷനായിട്ട് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് എന്നാണ്. ഇതിൽ കുറച്ച് ചിത്രങ്ങൾ ഞാൻ സിമ്പിളായിട്ട് വരച്ചിട്ടുള്ളതാണ് പെൻസിൽ. കാരണം ഇതിൻ്റെ ഇമേജ്, നമ്മൾ മനസ്സിലൊരു കാര്യം എങ്ങനെ വേണമെന്നുള്ള ഇമേജ് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒരു ടച്ചിങ് മാത്രമായിട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ ഞാൻ 75% ശ്രദ്ധിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. ഇതൊരു പെൻസിൽ ഡ്രോയിങ് എങ്ങനെയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നതെന്ന് കാണിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ബോഡി ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. എന്താവണം, എങ്ങനെ നിൽക്കണം എന്നൊരു ധാരണ ഇപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതിന് ശേഷം അതിനൊന്ന് കോറിട്ടതിന് ശേഷമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു തല വരയ്ക്കാനുള്ള ഒരു തല ബോഡി എങ്ങനെയുള്ള രീതിയിൽ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമുക്കത് മനസ്സിൽ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം നമ്മൾ അത് ശരിയായിട്ടുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അതിനായിട്ട് നമ്മൾ മനസ്സിൽ വ്യക്തമായിട്ട് കാണണം ഒരു മനുഷ്യൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ്. ആ ധാരണ വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് ബാക്ക് സൈഡിലുള്ള ആ ഷേഡോസും ഇതൊക്കെ വെച്ച് മുടിയുടെ ഹെയർ സ്റ്റൈലൊക്കെ വരച്ചതിന് ശേഷം അതിൻ്റെ ബോഡി ഏകദേശം നമുക്കൊരു ധാരണ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അത് അതുപോലെ തന്നെ വരയ്ക്കരുത്. നമുക്ക് വേറൊരാൾ വരച്ചതാണ് എന്നുള്ളതിൻ്റെ തിരുത്താൻ ശ്രമിക്കുന്നൊരു മെൻറ്റാലിറ്റിയോട് കൂട്ടാണ് നമ്മൾ പിന്നെ വരയ്ക്കുന്നത്. അപ്പോൾ അതിലൊന്നും കൂടി കറക്ഷൻ നമുക്ക് ആവശ്യം വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരാൾ കൈ പിന്നിൽ കെട്ടി നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ആ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, അവിടെ അല്ല ഞാൻ ചെയ്യുന്നത്. കാരണം അതെനിക്കൊരു ബേസിക് ലൈൻ കിട്ടാൻ മാത്രമാണ്. ഇത് എങ്ങനെ നിൽക്കണം, എവിടെ നിൽക്കണം എന്നുള്ളൊരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണ്. പിന്നെയൊക്കെ നമ്മുടെ ഭാവനയാണ് എല്ലാ കാര്യങ്ങളും. ഇതിൽ നമ്മൾ പെൻസിൽ മാത്രം ഉപയോഗിക്കില്ല, റബ്ബർ ഉപയോഗിച്ചിട്ടില്ല. കാരണം നമുക്ക് വീണ്ടും നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാത്രം റബ്ബർ ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് റബ്ബർ കയ്യിലുണ്ട് എന്നുള്ള ധാരണയിൽ നമ്മളത് ക്ലിയറായിട്ട് വരയ്ക്കില്ല. അപ്പോൾ ആ ഫസ്റ്റിൽ വരയ്ക്കുന്നത് പരമാവധി അതിന് ഷേപ്പ് എടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മനസ്സിലൊരു സന്തോഷം കിട്ടും. കാരണം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് മാതിരി തന്നെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഓരോ ചിത്രങ്ങളും നല്ലവണ്ണം ആസ്വദിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ഫിഗറുകൾ വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ഇതുമാതിരി ആദ്യമൊക്കെ നമുക്ക് ആളുകളൊക്കെ നോക്കി വരച്ച് അതിൻ്റെ ഷേപ്പുകൾ, പല രൂപങ്ങൾ, നിൽക്കുന്നത്, നടക്കുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ നമ്മൾ വരച്ച് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളതൊക്കെ നമുക്ക് പിന്നെ വരയ്ക്കുമ്പോൾ നമുക്ക് ഭാവനയിൽ നിന്ന് നമുക്കത് വരച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ആവശ്യം ഇതിൻ്റെ ബോഡി ഷേപ്പുകളാണ്. അത് പഠിക്കേണ്ട വേണം. അതിന് അനോട്ടമി ബുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുസ്തകങ്ങളുണ്ട്. ആ അനോട്ടമി മനുഷ്യ ശരീരം നമ്മൾ വരച്ച് അതിൻ്റെ എല്ലുകളെ പറ്റിയിട്ടും മസിൽസിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു ധാരണ, ഞരമ്പുകൾ, ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം പഠിച്ചതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ റിയാക്ഷൻ, നടക്കുക, ഓടുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ നിൽക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നമ്മൾ എന്ത് കാണുന്നു, മനസ്സിൽ കാണുന്നു, അത് നമുക്ക് വരയ്ക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.